ബാങ്ക് എക്സാംസിന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. സോ ഈ ഒരു കുറഞ്ഞ ടൈമിൽ നമുക്ക് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡിലൂടെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഇവിടെ പറയുന്നത് ഒരു 1500 മീറ്ററിന്റെ റേസ് ഉണ്ട്. അതിൽ 3 പേരാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്: അനിൽ, ബാഗുൽ, ചാൾസ്. ഇനി ഇവിടെ 2 കമ്പാരിസൺ പറയുന്നുണ്ട്. അനിൽ ബീറ്റ്സ് ബാഗുൽ ബൈ 150 മീറ്റർ ആൻഡ് ബാഗുൽ ബീറ്റ്സ് ചാൾസ് ബൈ 75 മീറ്റർ. അതായത് അനിൽ ഈ റേസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ബാഗുൽ 150 മീറ്റർ പുറകിലാണ്. ബാഗുൽ ഈ റേസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ചാൾസ് 75 മീറ്റർ പുറകിലാണ്. അങ്ങനെയാണെങ്കിൽ അനിൽ എത്ര മീറ്റർ ഡിസ്റ്റൻസിലാണ് ചാൾസിനെ തോൽപ്പിച്ചിട്ടുള്ളതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. സോ ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഇവർ ഒരുമിച്ചുള്ള ഒരു റിലേഷൻ കിട്ടാൻ വേണ്ടി ഇതിനെ റേഷ്യോയിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ ഈ ഫസ്റ്റ് വണ്ണിൽ കോമൺ വരുന്നത് 15 ആണ്. സോ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 10ഉം 9ഉം വരും. ഇവിടെ കോമൺ വരുന്നത് 75 ആണ്. കട്ട് ചെയ്യുമ്പോൾ 20ഉം 19ഉം വരും. ഇനി ഈ ബ്ലാങ്ക്സ് ഒക്കെ നമുക്ക് റൈറ്റിലെയോ ലെഫ്റ്റിലെയോ നമ്പേഴ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്യാം. ഇവിടെ 9 വരും, ഇവിടെ 20 വരും. ഇനി ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റേഷ്യോ വരും 200:180:171. ഇതിന്റെ മീനിങ് അനിൽ 200 മീറ്റർ കവർ ചെയ്യുമ്പോൾ ചാൾസ് കവർ ചെയ്യുന്നത് 171 മീറ്റർ ആയിരിക്കും. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഈ 200 പാർട്ട് എന്ന് പറയുന്നത് 1500 മീറ്റർ ആണ്. നമ്മളോട് ചോദിച്ചത് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് 29 പാർട്ട്. 29 പാർട്ട് എന്ന് പറയുന്നത് 1500 ഡിവൈഡഡ് ബൈ 200 ഇൻറ്റു 29 ആയിരിക്കും. സോ നമുക്കിവിടെ 7.5 വരും. ആൻസർ വരുന്നത് 217.5 എന്നായിരിക്കും.